ഹലോ ഡെവലപ്പേഴ്സ്. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്ട്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റിലെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആണ് ഈ ഒബ്ജക്ട്സ്. ഒരു സെറ്റ് ഓഫ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും ഓരോ ഒബ്ജക്റ്റ് ആണല്ലേ. ഇപ്പൊ നമ്മളെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് കുറേ പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ നെയിം, ഏജ്, ജോബ്, ഇതെല്ലാം ഓരോ പ്രോപ്പർട്ടി ആണല്ലേ. അപ്പൊ ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു മൾട്ടിപ്പിൾ വേസ് ഉണ്ട് കേട്ടോ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരു വേ ആണ് ഒബ്ജക്റ്റ് ലിറ്ററൽ നൊട്ടേഷൻ. ഓക്കെ, അപ്പം അതിൽ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ പേഴ്സൺ തന്നെ എടുക്കാം. പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക. വേരിയബിൾ ഇവിടെ ജസ്റ്റ് ഒരു ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും കൊടുത്താൽ തന്നെ മതി. ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിന്റാക്സ്. രണ്ട് കേർലി ബ്രേസസ്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നോട്ട് ജെഎസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റൺ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഡോട്ട് ജെ എസ് കൊടുക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ കണ്ടില്ലേ ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു എം ടി ഒബ്ജക്റ്റ്. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിലെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. നമുക്ക് നമ്മുടെ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യും. ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടില്ലേ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ പേഴ്സൺ വേരിയബിൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലേ. നമുക്കിനി നെക്സ്റ്റ് ഈ ഒബ്ജക്റ്റിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ JSON ഒക്കെ ഫോർമാറ്റ് പോലെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും ഒബ്ജക്റ്റ് ഉണ്ടാവുക. ഒരു പേഴ്സൺ എടുത്താൽ തന്നെ നമ്മൾ PHP ഒക്കെ അറിയാവുന്നവർക്കാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയും. അപ്പം ഇവിടെ നെയിം ഒരു പ്രോപ്പർട്ടി ആണല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഈക്വൽ ടു സിമ്പിളിന് പകരം നമ്മൾ കോളൻ ആണ് യൂസ് ചെയ്യുന്നത്. കോളൻ യൂസ് ചെയ്ത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മുടെ വാല്യൂസ് കൊടുക്കും. ഇപ്പൊ നമ്പേഴ്സ് ഒക്കെയാണ് ഡബിൾ കോട്ട്സിന്റെ ആവശ്യമില്ല കേട്ടോ. എഗെയിൻ ഞാൻ ഇവിടെ ഏജ് ഒരു നമ്പർ ആണല്ലോ, അപ്പൊ കോളൻ ഇട്ടിട്ട് ഡയറക്റ്റ് നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി വേറൊരു ജോബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കീ വാല്യൂ പെയർ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യുന്നത് 3 പ്രോപ്പർട്ടി, നെയിം, ഏജ്, ജോബ്. ഇത് 3 യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പേഴ്സൺ ഒബ്ജക്റ്റ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്റ്റ്. നമുക്ക് കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക് ആയിട്ട് ഈ ഒബ്ജക്റ്റിൽ ഓരോ പ്രോപ്പർട്ടിയും ആക്സസ് ചെയ്യണം. അതായത് എനിക്ക് കംപ്ലീറ്റ് ഒബ്ജക്റ്റിന് പകരം ഒരു നെയിം മാത്രം കിട്ടണം. അതിന് നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. ഞാനിപ്പം എൻ്റെ ഏജ് ആണ് കേട്ടോ, ഏജ് പ്രോപ്പർട്ടിയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോറി, നെയിം ആണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് പേഴ്സൺ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് നെയിം എന്ന് കൊടുത്തു. നമുക്ക് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ അനു എന്ന് പറഞ്ഞിട്ട് ആ നെയിം മാത്രം പ്രിന്റ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞത് എന്താ, സ്ക്വയർ ബ്രാക്കറ്റ്. സെയിം തന്നെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടും ആക്സസ് ചെയ്യാം. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ നമുക്ക് അഗെയിൻ നമുക്ക് നെയിം കിട്ടിയില്ലേ. ഇനി സ്ക്വയർ ബ്രാക്കറ്റിന് വേറൊരു യൂസും കൂടി ഉണ്ട്. നമുക്ക് ഡൈനാമിക് ആയിട്ടാണ് പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രീഡിഫൈൻഡ് ആയിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ പ്രോപ്പർട്ടി അതിന്റെ നെയിം പ്രോപ്പർട്ടി തന്നെ ഒരു വേരിയബിളിൽ, എക്സാമ്പിൾ ഞാനൊരു പ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ അകത്ത് ഏജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏജ് ആണ് ബേസിക്കലി ആക്സസ് ചെയ്യേണ്ടത്, പക്ഷെ എനിക്ക് ഡയറക്റ്റ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആ വേരിയബിൾ നെയിം കൊടുത്താൽ മതി. ആ വേരിയബിളിന്റെ വാല്യൂ എന്താണോ അത് ആ പ്രോപ്പർട്ടിന്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏജ് എന്ന് കൊടുത്തപ്പം ഏജ് കിട്ടി. അഗെയിൻ ജോബ് എന്ന് കൊടുത്ത സമയത്ത് നമുക്ക് ജോബ് കിട്ടി. നമ്മൾ ഡയറക്റ്റ് പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യാതെ ഡൈനാമിക് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നെസ്റ്റഡ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ
പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫണ്ടമെന്റൽസ് ആണെന്ന് അറിയാലോ. അപ്പൊ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ.